സോ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ജെറ്റ് ഓൺ സിംഗിൾ പ്ലേറ്റ് അല്ലെ സിംഗിൾ പ്ലെയിൻ അല്ലെങ്കിൽ സിംഗിൾ വെയിനിലൊക്കെ ഒരു സിംഗിൾ എലമെൻറ്റിൽ ജെറ്റ് ഓഫ് വാട്ടർ ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഫോഴ്സ് എക്സേർട്ടഡ് എത്ര എന്നാണ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. സോ ഒരിക്കലും നമുക്ക് അങ്ങനത്തെ ഒരു കേസ് അവൈലബിൾ ആയിരിക്കത്തില്ല. അതായത് ഒരു സിംഗിൾ പ്ലേറ്റ് മാത്രമുള്ള കേസ് അവൈലബിൾ ആവത്തില്ല. സോ ഓൾവേസ് ദർ വിൽ ബി എ സീരീസ് ഓഫ് വെയിൻസ്. ഒരു കുറേ ബ്ലേഡ്സ് അല്ലെങ്കിൽ കുറേ പ്ലേറ്റ്സ് ഒന്നിച്ചായിരിക്കും നമുക്ക് അവൈലബിൾ ആകുന്നത്. സോ ഇതുപോലെ ഒരു വീൽ ഉണ്ടാവും. ദർ വിൽ ബി എ വീൽ ലൈക്ക് ദിസ്. സോ ഈ വീലിൽ ഇതുപോലെ ഓരോ പ്ലേറ്റ്സ് അറ്റാച്ച് ചെയ്തിരിക്കും അല്ലേ, പ്ലേറ്റ്സ് അല്ലെങ്കിൽ വെയിൻസ് അറ്റാച്ച് ചെയ്തിരിക്കും. സോ നമുക്കൊരു ജെറ്റ് ഓഫ് വാട്ടർ ഉണ്ട്. ഈ ജെറ്റ് ഓഫ് വാട്ടർ വിത്ത് വെലോസിറ്റി വി വന്ന് ഇതിലേക്ക് ഹിറ്റ് ചെയ്യുന്നു. സോ ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് യു. ദ പ്ലേറ്റ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി യു അല്ലേ, പ്ലേറ്റ് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും. സോ വെലോസിറ്റി ഓഫ് ജെറ്റ് ഇങ്ങോട്ടാണ് വരുന്നത്. സോ അറ്റ് എ പർട്ടിക്കുലർ ടൈം ഈ ജെറ്റ് ഓഫ് വാട്ടർ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റിന് എന്ത് സംഭവിക്കും? ഈ പ്ലേറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലേ, ഇത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും. സോ ഇത് മൂവ് ചെയ്ത് ഈ ജെറ്റിൽ നിന്ന് ലീവ് ചെയ്യുന്ന ഉടനെ തന്നെ അടുത്ത പ്ലേറ്റ് വന്ന് ഈ ജെറ്റ് ഓഫ് വാട്ടറിലേക്ക് അറ്റാച്ച് ആകും അല്ലേ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സോ ഓൾവേസ് എ പ്ലേറ്റ് ഈസ് ഓൾവേസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദിസ് ജെറ്റ് ഓഫ് വാട്ടർ. ഒരു പ്ലേറ്റ് എപ്പോഴും ഈ ജെറ്റ് ഓഫ് വാട്ടറുമായിട്ട് കോണ്ടാക്റ്റിലുണ്ടാവും. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ടർബൈനകത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ്. സോ ഇവിടെ നമുക്കൊരു ഫ്ലാറ്റ് പ്ലേറ്റ് ആവുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് പ്ലേറ്റ് പഠിക്കുന്നുണ്ട്, അതിനുശേഷം റേഡിയൽ കേർവ്ഡ് വെയിൻസിൻ്റെ കേസും പഠിക്കുന്നുണ്ട്. ഇതൊരു സീരീസ് ഓഫ് ഫ്ലാറ്റ് പ്ലേറ്റ്സ് ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് സീരീസ് ഓഫ് വെയിൻസ്. സോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ പവർ എക്സേർട്ടഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞു വി വെലോസിറ്റിയിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഇത് യു വെലോസിറ്റിയിൽ വെയിൻസ് മൂവ് ചെയ്യുന്നു അല്ലേ. സോ ഈ ഒരു കേസിൽ വാട്ട് വിൽ ബി അവർ മാസ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ഹിറ്റിംഗ് ദ വെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി റോ എ വി. ഈ ഒരു മാസ് ഓഫ് വാട്ടർ ആയിരിക്കും ഇത് ഈ ജെറ്റിലേക്ക് ഹിറ്റ് ചെയ്യുന്നത്, റോ എ വി അല്ലേ. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് അതാണ്, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ. സോ ഇത് ജെറ്റ് ഇവിടേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലേറ്റ് വെലോസിറ്റി യുവിൽ മൂവ് ചെയ്യുന്നുണ്ട്. സോ ദ ജെറ്റ് സ്ട്രൈക്സ് ദ പ്ലേറ്റ് വിത്ത് എ വെലോസിറ്റി ഈക്വൽ ടു വി മൈനസ് യു അല്ലേ. വി മൈനസ് യു എന്നുള്ളൊരു വെലോസിറ്റിയിലാണ് ഈ ജെറ്റ് വന്ന കാര്യം. ഇത് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് മൂവ് ചെയ്യും. സോ ദ റിലേറ്റീവ് വെലോസിറ്റി അവിടുത്തെ എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ആണ്. സോ ദ മാസ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് റോ എ വിയും ജെറ്റ് സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ആയിരിക്കും. സോ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി അവർ എഫ് ഓഫ് എക്സ്? എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ? ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ പ്ലെയിൻ. എഫ് ഓഫ് എക്സ് എന്ന ഫോഴ്സ് ഇൻ ഡയറക്ഷൻ ഓഫ് പ്ലേറ്റ്. നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ റോ എ വി ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തെ വെലോസിറ്റി, ദാറ്റ് ഈസ് വി മൈനസ് യു. എക്സ് ഡയറക്ഷനിലാണ്, ദാറ്റ് ഈസ് വി മൈനസ് യു മൈനസ് ഫൈനൽ വെലോസിറ്റി ഒന്നുമില്ല, ദാറ്റ് ഈസ് സീറോ. ഫൈനൽ വെലോസിറ്റി വിൽ ബി സീറോ. കാര്യം എക്സ് ഡയറക്ഷനിൽ ഫൈനൽ വെലോസിറ്റി ഇവിടെ ഉണ്ടാകത്തില്ല. സോ ദാറ്റ് ഈസ് റോ എ വി ഇൻറ്റു വി മൈനസ് യു. ദിസ് വിൽ ബി അവർ എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടി. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ വർക്ക് ഡൺ പെർ സെക്കൻഡ്. വാട്ട് ഈസ് വർക്ക് ഡൺ പെർ സെക്കൻഡ്? എഫ് ഓഫ് എക്സ് ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ എന്താണ്? റോ എ വി ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു യു അല്ലേ. സോ ഇങ്ങനെ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി അവർ എഫിഷ്യൻസി? സോ ഈ ഒരു കേസിൽ വാട്ട് വിൽ ബി അവർ എഫിഷ്യൻസി? Efficiency will be എന്താണ്? work done per second divided by kinetic energy, that is rho a v into v minus u into u
ഡിവൈഡ് ബൈ ഹാഫ് ഇൻറ്റു റോ എ വി ക്യൂ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ ഈ റോ എ വിയും ഇതും ഇതിനകത്ത് ഒരു റോ എ വിയുടെ ക്യാൻസൽ ആയി പോകും. ദാറ്റ് സോ വിൽ ഗെറ്റ് 2u ഇൻറ്റു വി മൈനസ് യു ഡിവൈഡ് ബൈ വി സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് വിൽ ബി അവർ എഫിഷ്യൻസി. 2u ഇൻറ്റു വി മൈനസ് യു ബൈ വി സ്ക്വയർ. ദിസ് ഇസ് അവർ എഫിഷ്യൻസി. ഇനി നമുക്ക് വാട്ട് വിൽ ബി യുവർ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി? സോ ഇത് ഒരു മാക്സിമം എഫിഷ്യൻസി കിട്ടണം. ഞാൻ ഈ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതാം. So we got the value of efficiency as 2u into v minus u divided by v square. ഇതാണ് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി യുവർ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി? ഈ മാക്സിമം എഫിഷ്യൻസി കിട്ടണമെന്നാണ് ഫോർ മാക്സിമം എഫിഷ്യൻസി. സോ മാക്സിമം എഫിഷ്യൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ വാല്യൂ? അതായത് ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു യു അല്ലേ. ഡി എഫിഷ്യൻസി ഡിവൈഡ് ബൈ ഡി യു ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടും. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ, ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഇക്വേഷനെ യു കൊണ്ടൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഡി ബൈ ഡി യു ഓഫ് 2u ഇൻറ്റു വി മൈനസ് യു ഡിവൈഡ് ബൈ വി സ്ക്വയർ. അല്ലെങ്കിൽ നമുക്കിതിനെ ദിസ് വിൽ ബി ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ എഴുതാം. ഡി ബൈ ഡി യു ഇൻറ്റു 1 ബൈ വി സ്ക്വയർ ഇൻറ്റു ഈ 2 ഇതിനെ ഞാൻ അകത്തേക്ക് എഴുതുകയാണ് 2u വി മൈനസ് 2u സ്ക്വയർ അല്ലേ. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ വി സ്ക്വയർ നമുക്ക് വെളിയിലേക്ക് എടുക്കാം. കാര്യം അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ. കാര്യം നമ്മൾ യു ഇട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് that will be equal to 1 by v square into അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 2v മൈനസ് 4u ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഈസ് ഡി എഫിഷ്യൻസി ബൈ ഡി യു ഈക്വൽ ടു 0 ഇംപ്ലൈസ് നമ്മളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടും. സോ വി സ്ക്വയറിനെ നമുക്ക് ഒഴിവാക്കാം. ദാറ്റ് ഈസ് 2v മൈനസ് 4u ഈക്വൽ ടു 0. അല്ലെങ്കിൽ 2v ഈക്വൽ ടു 4u എന്ന് എഴുതാം. അല്ലെങ്കിൽ v ഇസ് ഈക്വൽ ടു 2u എന്ന് നമുക്ക് എഴുതാം. സോ വി ഗോട്ട് ദ വാല്യൂ ഓഫ് v. സോ ഇതാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി വരണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് v മസ്റ്റ് ബി ഈക്വൽ ടു 2u. വി എന്നുള്ളത് 2uന് കറസ്പോണ്ടിങ് ആണെങ്കിൽ വിൽ ഗെറ്റ് ദ മാക്സിമം എഫിഷ്യൻസി. അങ്ങനെയാണ് വാട്ട് വിൽ ബി അവർ മാക്സിമം എഫിഷ്യൻസി? നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. അപ്പോൾ ഈ നമ്പർ 2നെ നമ്മൾ ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ദ എഫിഷ്യൻസി ആസ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 2u ഇൻറ്റു വിയുടെ വാല്യൂ 2u മൈനസ് u ഡിവൈഡ് ബൈ 2u ദ ഹോൾ സ്ക്വയർ. 2u ദ ഹോൾ സ്ക്വയർ അല്ലേ. സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പം വാട്ട് വിൽ വി ഗെറ്റ്? നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? വി വിൽ ഗെറ്റ് ദ വാല്യൂ വാസ് 1/2 എന്ന് കിട്ടും. ഓർ ദാറ്റ് ഈസ് 50%. ദിസ് വിൽ ബി ദ മാക്സിമം എഫിഷ്യൻസി ഇൻ ദിസ് കേസ്. 50% ആയിരിക്കും ഇതിനകത്ത് കിട്ടുന്ന മാക്സിമം എഫിഷ്യൻസി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ വേ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ ഫോഴ്സ് എക്സെറ്റഡ് ബൈ എ ജെറ്റ് ഓഫ് വാട്ടർ ഓൺ എ സീരീസ് ഓഫ് പ്ലേസ്. നോർമലി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് either എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വർക്ക് ഡൺ പെർ സെക്കൻഡ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. പക്ഷേങ്കിൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഇസ് ദ മാക്സിമം എഫിഷ്യൻസി ഇൻ ദ കേസ് ഓഫ് ജെറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് എ സീരീസ് ഓഫ് വെയിൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് കേസ് ഇപ്പോൾ ഏത് പ്രോബ്ലത്തിൻ്റെ ആണെങ്കിലും നമുക്ക് മാക്സിമം എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എഫിഷ്യൻസി ഏതെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് യു എന്നുള്ള ഫാക്ടർ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. ആ ഇക്വേഷൻ എഫിഷ്യൻസിയുടെ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ മാക്സിമം എഫിഷ്യൻസിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ദാറ്റ് ഇൻ ദിസ് കേസ് വി ഹാവ് ദ മാക്സിമം എഫിഷ്യൻസി ആസ് 50%. ഓക്കെ.